ഹിന്ദു ഐക്യം എന്ന ഒരു ആശയം ഇന്നത്തെ നമ്മുടെ ഒരു രാഷ്ട്രീയ സാമൂഹ്യ പരിതസ്ഥിതിയിൽ ആരെങ്കിലും പറഞ്ഞാൽ അത് വലിയ വിവാദമാകുന്ന ഒരാശയമായിട്ടാണ് നമുക്ക് അനുഭവപ്പെടുന്നത്. ഈ അടുത്ത കാലത്ത് SNDP യോഗത്തിന്റെ സമാദരണീയനായ ജനറൽ സെക്രട്ടറിയും നായർ സർവീസ് സൊസൈറ്റിയുടെ സമാദരണീയനായ ജനറൽ സെക്രട്ടറിയും മുൻകൈ എടുത്തിട്ട് ഒരു ഏകീകൃത ശ്രമങ്ങൾക്ക് തുടക്കം കുറിച്ചിരുന്നു. ദൗർഭാഗ്യവശാൽ അത് മുന്നോട്ട് പോയില്ല. പല ഘടകങ്ങൾ ഉണ്ടാവാം. പക്ഷെ ആ തുടക്കം കുറിച്ചപ്പോൾ നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങളിലൊക്കെ വന്ന ചർച്ചകളുടെ പൊരുൾ എന്താണ്, നമ്മുടെ നാട്ടിലെ പ്രമുഖ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതികരണങ്ങൾ എന്തായിരുന്നു, നമ്മുടെ നാട്ടിൽ നിലനിൽക്കുന്ന ഒരു തരത്തിൽ മതേതരത്വത്തിന്റെ അട്ടിപ്പേറവകാശം ഏറ്റെടുത്തിട്ടുള്ള സാംസ്കാരിക നായകന്മാർ ഇതിനെ എങ്ങനെയാണ് വിവക്ഷിച്ചത് എന്ന് നമുക്കറിയാവുന്നതാണ്. ഒരു കോണിൽ നിന്നും അതിനെ അനുകൂലിക്കുന്ന, അതിനെ പ്രോത്സാഹിപ്പിക്കുന്ന അത്തരം ഒരു മുന്നേറ്റം വളരെ നല്ലതാണ്, ഹിന്ദു സമൂഹത്തിൽ അത്തരം ഒരു ഐക്യം ഉണ്ടാകേണ്ടത് അനിവാര്യമാണ് എന്ന് ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്ന ഒരു ലക്ഷണവും ഒരു നിർദ്ദേശവും ഉണ്ടായില്ലെന്ന് മാത്രമല്ല, ഇത് ഏതോ വരാൻ പോകുന്ന അപകടമാണ് എന്ന നിലയിലുള്ള ചർച്ചയാണ് നടന്നത്. കേരളത്തിൽ ഇന്ന് നിലനിൽക്കുന്ന ഒരു പൊതു അന്തരീക്ഷം, നമുക്ക് ചുറ്റുമുള്ള ഒരു ഇക്കോസിസ്റ്റം എന്ന് പറയുന്നത് ഒരു പുതിയ വാക്കാണ്. അത് ഹിന്ദു സമൂഹം ഒന്നിക്കുന്നു എന്ന ഒരു ആശയത്തെ സ്വീകരിക്കുന്നത് എങ്ങനെയാണ് എന്ന് നമുക്ക് കൃത്യമായിട്ട് കാണിച്ചു തരുന്ന ഒരു കാര്യമാണ്. പക്ഷെ ആ ഇക്കോസിസ്റ്റം അങ്ങനെ നിലനിൽക്കുമ്പോൾ തന്നെയാണ് മലപ്പുറം ജില്ലയിൽ മഹാമാഘം എന്ന് പറയുന്ന ഈ വലിയ മേള നടന്നത്. ഒരു തരത്തിലുള്ള പ്രചരണങ്ങളില്ല, ഒരു തരത്തിലുള്ള ഒരു വ്യാപകമായ സംഘാടനമില്ല. ആളുകളെ കൊണ്ടുവരാനൊന്നും, ആളുകൾ സ്വമേധയാ ഒഴുകിയെത്തുന്ന രീതിയിൽ ലക്ഷക്കണക്കിന് ഹിന്ദുക്കൾ മലപ്പുറം ജില്ലയിലെ തിരുനാവായിൽ നാവാമുകുന്ദന്റെ സന്നിധിയിൽ ത്രിമൂർത്തി ക്ഷേത്രത്തിന്റെ നടയിൽ ലക്ഷക്കണക്കിന് ഹിന്ദുക്കൾ ഒന്നിച്ചുകൂടി. ഈ രണ്ട് ചിത്രവും നമ്മുടെ മുന്നിലുണ്ട്. ഈ രണ്ട് ചിത്രവും ചൂണ്ടിക്കാണിക്കുന്ന എന്താണ്? ആദ്യമേ പറഞ്ഞ ഇക്കോസിസ്റ്റം വളരെ കാലങ്ങളായി നമ്മുടെ നാട്ടിൽ നിലനിൽക്കുന്നതാണ്. ഹിന്ദു സമൂഹം ഒന്നിക്കാൻ പാടില്ല, പുരോഗമിക്കാൻ പാടില്ല, മുന്നേറാൻ പാടില്ല, അത് എന്തോ വലിയ അപകടമാണ്, അതാണ് വർഗീയം, അത് കമ്മ്യൂണലാണ് എന്ന് സമൂഹത്തെ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ നിരന്തരം ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംവിധാനം നമ്മുടെ സംസ്ഥാനത്ത് വളരെ പ്രബലമായി കാലങ്ങളായി നിലനിൽക്കുന്നു. പക്ഷെ അത് നിലനിൽക്കുമ്പോൾ തന്നെ സർവ്വസാധാരണ ഹിന്ദുക്കൾ ഈ പ്രചരണ സംവിധാനങ്ങളുടെ എല്ലാം പിടിയിൽ നിന്ന്, നീരാളിപ്പിടുത്തത്തിൽ നിന്ന് വിമുക്തരായി യാഥാർത്ഥ്യം മനസ്സിലാക്കി ഉണർന്നു കഴിഞ്ഞു എന്നുള്ളതിന്റെ ഒരു തെളിവാണ്. അതുകൊണ്ടാണ് ഗ്രാമാന്തരങ്ങളിൽ നിന്ന് ഹിന്ദുക്കൾ ജാതി വ്യത്യാസം ഇല്ലാതെ ഈ മഹാമേളയിലേക്ക് ഒഴുകിയത്. ആരാണ് സംഘാടകൻ എന്ന് ചോദിച്ചാൽ ആർക്കും അറിയാത്ത രീതിയിലുള്ള ഒരു പരിപാടിയായിരുന്നു. ആളുകൾ ഒന്നിച്ചു വരികയാണ്. ഇത് തന്നെയായിരുന്നു വർഷങ്ങളായി, കാലങ്ങളായി ഹിന്ദു സമൂഹത്തിന്റെ അനേകായിരം വർഷങ്ങളായി പ്രയാഗയിൽ നടക്കുന്ന കുംഭമേളയിലും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. കേരളത്തിൽ അനേകം വർഷങ്ങളായിട്ട് നടക്കാതിരുന്നത് വീണ്ടും നടന്നപ്പോൾ ഉണ്ടായതും ഈ മാറ്റമാണ്. അപ്പൊ ഈ പരിശ്രമങ്ങളെല്ലാം നിൽക്കുമ്പോഴും കേരളത്തിലെ ഹിന്ദു സമൂഹത്തിനുള്ളൊരു വലിയ പരിവർത്തനം സംഭവിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്.